ഗായ്സ്, അപ്പം നമ്മൾ അടിപൊളി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇതെന്താ വ്യത്യാസം, പ്രത്യേകത, ഇതൊരു ഇലയുടെ അല്ലേന്ന്. പക്ഷേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ കുറച്ച് പേര് കഴിച്ചിട്ട് കാണും. ഇത് നമ്മൾ സൂചി ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഇലയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനും പിന്നെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് ഈ സൂചി ഗോതമ്പ്. അല്ലാതെയും കടയിലൊക്കെ മേടിച്ച് ഓരോരുത്തരും ഓരോ ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സൂചി ഗോതമ്പ് കുതിർക്കാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. നല്ലപോലെ കുതിർന്ന് വരണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു രാവിലെ ഇട്ടിട്ട് വൈകിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും നല്ലപോലെ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് കുറച്ച് നല്ല ഫ്ലഫി ആയിട്ട് വരും. ആ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഊറ്റിയെടുത്ത് നമ്മൾക്ക് പറ്റുന്ന ജാറിനകത്തോട്ട്, വലിയ ജാറിലാണെങ്കിൽ ചെറിയ ജാറിലാണെങ്കിൽ കൺസിസ്റ്റൻസി അനുസരിച്ച്, വലിയതിനകത്താണെങ്കിൽ കുറച്ചും കൂടെ അധികം ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് കറക്കിയെടുക്കണം. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. വല്ലപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മായിയമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന, ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് എല്ലാത്തിടത്തും നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കണം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ആ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. ഇളക്കി ഇങ്ങനെ പയ്യെ പയ്യെ വീഴുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കും ഇത് ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ടൈപ്പിലാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം ശർക്കര ഉരുക്കിയെടുത്തിട്ട് അതിൽ തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ആദ്യം അതുപോലെ ശർക്കര ഇത് ഞാൻ അരിച്ചെടുത്ത് പിന്നെ ഒഴിച്ചതാണ് ശർക്കര. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഇന്ന് അതൊന്നും ഇട്ടിട്ടില്ല, ഏലക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതിട്ടിട്ട് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് വേണം നമുക്ക് അതിനകത്ത് ഫില്ലിങ്സിലും വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇനി അത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇലയിൽ ഇതുപോലെ ഒരു 2 സ്കൂപ്പിൽ കോരി ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫില്ലിങ്സും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം അത് നല്ലപോലെ മടക്കിയെടുത്ത് നമുക്കിത് ഓരോന്നും കൂടെ സ്റ്റീമറിനകത്തോട്ട് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടുതലാണ്, പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല. കാരണം ഞാൻ അരച്ചെടുത്ത് തിരിച്ചൊഴിച്ച പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, പക്ഷേ എനിക്കിത് ബാലൻസ് ചെയ്തെടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഇലയിലും വാഴയിലയിലും പിന്നെ വട്ടയിലയിലും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വട്ടയിലയിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിപ്പോൾ എല്ലാം ബാക്കി അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് കാണാം. വേണ്ട, അടിപൊളി ഇലയുടെയും വട്ടയില വെച്ചിട്ടുള്ള ഇലയുടെയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ തുറക്കുമ്പോൾ വരുന്നത്. അപ്പം ഇത് കുറേ പേരൊക്കെ അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അറിയാത്ത കുറേ പേരുണ്ടായിരിക്കും. അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കും ഉണ്ടാക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഞാനൊരു ഇച്ചിരി കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ചൂടൊക്കെ സഹിച്ചൊന്ന് ടേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ ഒന്നും കണ്ടിട്ട് നിങ്ങളൊന്നും മേടിക്കേണ്ട. അത് നല്ലപോലെ വെന്ത ഭാഗമാണ്. മറ്റേ നമ്മൾ ഗോതമ്പിലേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല കല്ലെടുത്ത് അടിക്കുന്ന കണക്ക് ഇരിക്കും. പക്ഷേ അത് നല്ല സോഫ്റ്റായിട്ടുള്ള അരികും ഒക്കെ കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് വാഴയിലയിൽ റെഡിയാക്കിയതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വാഴയിലയിൽ കുറച്ചും കൂടെ ഞാൻ കൺസിസ്റ്റൻസി ഇതാക്കിയാണ് നല്ല രീതിയിലാണ് വെച്ചത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ആ വാഴയുടെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിനും നല്ലൊരു വാട്ടിയ വാഴയിലയുടെ ഒക്കെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.
അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.